വിശ്രമിക്കേണ്ട പ്രായത്തിൽ നിയമവ്യവസ്ഥയുടെ കനിവിനായി കാത്തിരിക്കുകയാണ് സൈദലവിയും ആമിനയും. സൈദലവി 41 വർഷവും ഭാര്യ 39 വർഷവും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു. PF പോലും കമ്പനി കൃത്യമായി അടച്ചില്ല. വിരമിച്ചപ്പോൾ ഗ്രാറ്റുവിറ്റി തുകയ്ക്കായി കിട്ടിയ ചെക്കുകൾ മടങ്ങി. 10 വർഷമായി കേസ് നടത്തുന്നു. 13 പിരിഞ്ഞാണ്. ഒരു പൈസയും തന്നില്ല. സർവീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തരാണ്ട് പ്രോണം ഫണ്ട് പിടിച്ച പൈസ അവർ PF അടക്കാണ്ട് വെച്ചിരുന്നു. അതൊന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലേബർ കോർട്ടിൽ എല്ലാവരും കൂടെ കേസിന് പോയി. ലേബർ കോർട്ടിൽ നിന്നിങ്ങനെ പാസ്സായി റിക്കവറിക്ക് വെച്ച്. അപ്പോൾ മലയാളി അത് പിന്നെ ഇവിടെ കൊച്ചിയിൽ ഹൈക്കോടതിയിൽ പോയി. ഇപ്പോൾ അവിടെ ഒരു വക്കീലിനെ വെച്ചിട്ട് എല്ലാവരും കൂടെ പൈസ പിരിച്ചിട്ട് ഒരു വക്കീലിനെ നമുക്ക് വിധിയായിട്ട് അയാൾക്ക് കമ്മീഷൻ കൊടുത്താൽ മതി എന്നുള്ള എഗ്രിമെൻറ്റിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിപ്പോൾ 2 മാസമായി. ഇപ്പോൾ ഒരു വിളിയൊന്നും വന്നിട്ടില്ല. ഈ പ്രായത്തിൽ ഹൈക്കോടതിയിൽ പോയി കേസ് നടത്താനുള്ള ആരോഗ്യമോ പണമോ ഇല്ല. ട്രേഡ് യൂണിയനുകളാണ് സഹായിക്കുന്നത്. ആമിനത്താത്ത 63-ാം വയസ്സിലും പണിക്ക് പോകുന്നു. മരുന്ന് വാങ്ങാനെങ്കിലും പണം വേണ്ടേ? അപ്പോൾ അതാ ഞാൻ ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ അതിന് പോകും പണിക്ക്. നമ്മൾ മരുന്നിന് മാസം ഷുഗറിന് മരുന്ന് മേടിക്കണം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ പെൻഷൻ കൊണ്ടാണ് ജീവിതം. കൂലിപ്പണിക്കാരായ മക്കൾക്കും സഹായിക്കാൻ പരിമിതികളുണ്ട്. വിരമിക്കുമ്പോൾ എസ്റ്റേറ്റ് ലയം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നതിനാൽ താമസം വാടക വീട്ടിലായി. ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ തേയിലത്തോട്ടത്തിൽ പണിയെടുത്തു. വിരമിച്ചപ്പോൾ 1 രൂപ പോലും കിട്ടിയില്ല. ഇപ്പോൾ കോടതികൾ കയറിയിറങ്ങുന്നു. ഇത് അലവിക്കയുടെയും ആമിനത്താത്തയുടെയും മാത്രം കാര്യമല്ല. വയനാട്ടിലെ പല മേഖലകളിലും തോട്ടം മേഖലയിൽ ഇത്തരത്തിൽ കോടതികൾ കയറിയിറങ്ങുന്ന ആളുകളുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.